നമ്മൾ ചർച്ചയിലേക്കും അതിഥികളിലേക്കും പോകുന്നതിന് മുൻപ് ചേലക്കരയിലെ ഏറ്റവും ഒടുവിലത്തെ കണക്കുമായി നമുക്കിപ്പം ജെയ്സൺ ചേരും. അതേപോലെ വയനാട്ടിലെ കണക്കുമായി ദീപക് മോഹനും അലി അക്ബർ ഷായും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ചേലക്കരയിലേക്കാണ്. ചേലക്കരയിൽ ജെയ്സൺ ചാമവളപ്പിലുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കെന്താണ് പറയുന്നത്? എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചോ? നിലവിൽ എല്ലാ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 6:54 ലഭിക്കുന്ന കണക്കനുസരിച്ച് 72.54% പോളിംഗ് ആണ് ചേലക്കര മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു ശതമാനം കുറവ് ഇത്തവണ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചാരണം, ശക്തമായ മത്സരം എന്ന നിലയിലെല്ലാം കഴിഞ്ഞ ഒരു മാസമായി വലിയ രീതിയിൽ 3 മുന്നണികളും പ്രകടനം നടത്തിയെങ്കിലും വലിയ രീതിയിൽ പ്രചാരണം നടത്തിയെങ്കിലും അത് പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആരെ തുണയ്ക്കും ആരെ കൈവിടുമെന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാനെങ്കിൽ, പക്ഷേ ഒരു കാര്യം വ്യക്തമായി നമുക്ക് പറയാനാകും. 1996 മുതൽ വളരെ ശക്തമായ ഉറച്ച കോട്ടയായി LDF മുന്നോട്ട് പോകുന്ന ഈ ചേലക്കര മണ്ഡലം അവർ തന്നെ പിടിച്ചു നിർത്തും, അവർ തന്നെ വീണ്ടും നിലനിർത്തുമെന്ന ആത്മവിശ്വാസം അവർക്കേകാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ 3-4 മാസങ്ങളായി സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും അതുപോലെ തന്നെ നിരവധി വികസന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സർക്കാർ വിരുദ്ധ നിലപാടുകളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രവചിക്കാനാവില്ല. അതോടൊപ്പം തന്നെ PV അൻവറിൻ്റെ സാന്നിധ്യം, അവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതാകുമെന്ന കാര്യം ഇപ്പോൾ പ്രവചിക്കാനാകില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെ ശക്തമായ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് ആർക്ക് പ്രതികൂലമാകുമെന്ന് നമുക്ക് പ്രവചിക്കാനാകില്ല. എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാകുന്ന ഒരു മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും അത് ആർക്ക് അനുകൂലമാകുമെന്ന് പറയാൻ കഴിയാത്ത ഏകദേശം 5% കുറവാണ് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ചേലക്കരയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.